കുപ്രസിദ്ധമായ ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിലാണ് പ്രതികൾക്ക് ജാമ്യം കോടതി അനുവദിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാർക്കാണ് ജാമ്യം കോടതി നൽകിയിരിക്കുന്നത്. ആലപ്പുഴ ജില്ലാ കോടതിയാണ് ഇന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതേസമയം ജാമ്യം നൽകിയതിന് എതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം SIT. രഘുനാഥ് നാരായൺ വിവരങ്ങളുമായിട്ട്. രഘു, കേസിന്റെ കഴിഞ്ഞ പരിഗണനാ വേളകളിൽ രണ്ട് സമയത്തും നമ്മൾ പറഞ്ഞ രഘു അന്ന് റിപ്പോർട്ട് ചെയ്തും ഈ കേസിൽ പക്ഷേ തിരിച്ചടി ഉണ്ടായേക്കും പ്രത്യേക അന്വേഷണ സംഘത്തിന്, പുതിയ സർക്കാരിന്. കോടതി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനും വ്യക്തമായ ഉത്തരങ്ങൾ ഉണ്ടായിരുന്നതുമില്ല. നേരത്തെ പ്രതീക്ഷിച്ച ഒരു ഉത്തരവാണ് വരുന്നത്. ഏത് നിലയിലാണ് ഈ ഉത്തരവിലേക്ക് കോടതി എത്തിയത്? പ്രതിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട വാദം മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഔദ്യോഗിക കൃത്യനിർവഹണം മാത്രമാണ് അന്നുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ ചെയ്തത്. ഇവരുമായിട്ട് മുൻവൈരാഗ്യമില്ല എന്ന് മാത്രവുമല്ല, കൊല്ലുക എന്നുള്ളൊരു ഉദ്ദേശം അവർക്കുണ്ടായിരുന്നില്ല. ആ ദൃശ്യങ്ങളടക്കം കാണിച്ചുകൊണ്ടാണ് പ്രതിഭാഗം വാദിച്ചത്. പലപ്പോഴും അടി തലയിൽ കൊണ്ടിട്ടില്ല, എന്നിട്ടും വധശ്രമം ചുമത്തുന്നത് രാഷ്ട്രീയപരമായ കാരണങ്ങളാലാണ് എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദം. അത് ഒരു പക്ഷേ കോടതിക്ക് അതിലൊരു സംശയം തോന്നാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കേസിൽ SITയുടെ ഭാഗത്ത് നിന്ന് ചില അനാവശ്യമായ തിടുക്കമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ആദ്യഘട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിനായി അനിൽകുമാറും സന്ദീപും ആലപ്പുഴ സെഷൻസ് കോടതിയെ സമീപിക്കുമ്പോൾ SIT പറഞ്ഞത് അന്വേഷണം പുരോഗമിക്കുകയാണ്, ഈ ഘട്ടത്തിൽ ഇവർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിയിട്ടില്ല, വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുമെന്നുള്ളൊരു സൂചന പോലും അവിടെ നൽകിയിരുന്നില്ല. ആ വിധി വന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി അവസാനിപ്പിക്കുകയായിരുന്നു, നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കുകയായിരുന്നു. പിറ്റേ ദിവസം അനിൽകുമാറും സന്ദീപും ആലപ്പുഴയിലെ കോടതിയിൽ കീഴടങ്ങാൻ വേണ്ടി എത്തി. രാവിലെ വൈകുന്നേരത്തോടു കൂടി SIT വധശ്രമം ചുമത്തിക്കൊണ്ട് കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടെന്ന് കോടതിയെ അറിയിക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം ഈ കേസിൻ്റെ വാദം വരുന്നപ്പോൾ കോടതി SITയെ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ SITയോട് ചോദിച്ചു. SITയെ വിമർശിക്കുക തന്നെ ചെയ്തു. അതായത് ഒരു കേസിൽ ഒരാൾക്ക് മുൻകൂർ ജാമ്യം നൽകുക എന്നാൽ ജീവിതാവസാനം വരെ ജാമ്യം നൽകുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് ഈ കേസിൻ്റെ അന്വേഷണമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ വധശ്രമം ചുമത്തണം എന്നുള്ള ഘട്ടമുണ്ടായാൽ വധശ്രമം ചുമത്താം, പിന്നീട് ഇക്കാര്യം കോടതിയെ അറിയിക്കാം, കോടതിയെ അറിയിച്ച് ഇവരുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടാം. അങ്ങനെ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ കോടതിയെ ഇരുട്ടത്ത് നിർത്തി ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്ത് സിസ്റ്റത്തെ മൊത്തത്തിൽ മോശമാക്കുന്ന രീതിയിലുള്ളൊരു പെരുമാറ്റം ഉണ്ടാകരുത് എന്നുള്ള ഒരു കാര്യം കോടതി കഴിഞ്ഞ ഈ മുൻകൂർ ജാമ്യാപേക്ഷത്തിൻ്റെ വാദം നടക്കുന്ന ഏറ്റവും കഴിഞ്ഞ ദിവസവും കോടതി ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ വിധി വന്നതിന് ശേഷം രാഷ്ട്രീയമായ ആരോപണം കൂടി വാദിഭാഗം ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ ജഡ്ജിയുമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയമായ ആരോപണങ്ങളുടെ രാഷ്ട്രീയ പശ്ചാത്തലമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സാധാരണ നിലയിൽ ഇത്തരത്തിൽ വിധി വരുമ്പോഴൊന്നും അങ്ങനെ കോടതിയെ വിമർശിക്കാറില്ല. പലപ്പോഴും അത് കോടതി അലക്ഷ്യ നടപടികളിലേക്കൊക്കെ പോകും. പിന്നെ പൊതുവേ നമ്മളുടെ കോടതികൾ എപ്പോഴും അങ്ങനെ വിമർശനത്തിന് വിധേയമാകുന്ന ഒന്നല്ല. ബാക്കി എല്ലാ തോടുകളും വിമർശനത്തിന് വിധേയമാകുമ്പോൾ അതുകൊണ്ട് തന്നെ കോടതിയെ അങ്ങനെ വിമർശിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വിധി പറയുന്ന ജഡ്ജിയെ വിമർശിക്കുന്ന സാധാരണ രീതിയിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാറില്ല. പക്ഷേ ഈ കേസിൽ അങ്ങനെ ഒന്ന് ഉണ്ടായിരിക്കുന്നു. ജഡ്ജിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഈ കേസിൻ്റെ അല്ലെങ്കിൽ ഈ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകിയതിന് കാരണമായി